ലെസ ബേബി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണ് ഞങ്ങളുടെ. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് ഞങ്ങൾക്ക് വളരെയധികം സ്പെഷ്യലുമാണ്. അപ്പം അതിന് മുന്നോടിയായിട്ടുള്ള ഷോപ്പിംഗ് ചെയ്യണമല്ലോ. ഇത്തവണ ഷോപ്പിങ്ങിന് ഞങ്ങളുടെ ഒപ്പം മമ്മയും ഉണ്ടായിരുന്നു. കാനഡയിൽ വന്നതിന് ശേഷമുള്ള മമ്മിയുടെ ആദ്യത്തെ ക്രിസ്മസ് ആണല്ലോ, അതുകൊണ്ട് മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങി. അങ്ങനെ $1 ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് വാൾമാർട്ടിലാണ്. അവിടെ എത്തിയപ്പോൾ ഉണ്ണിക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ കുറച്ച് നേരം ചിലവിട്ടു കേട്ടോ. അങ്ങനെ മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നായിരുന്നു കേട്ടോ. പിന്നെ ദേ ഈ ഒരു സെറ്റിൽ നമ്മുടെ രൂപങ്ങളാണ് 8 പീസാണ് ഇതിൽ വരുന്നത്. എന്തോ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ എല്ലാ രൂപങ്ങളും കാണാനായിട്ട്. പ്രത്യേകിച്ച് കുഞ്ഞുണ്ണീശോനെ നല്ല രീതിക്ക് വേറെ സെപ്പറേറ്റ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ രൂപങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഒരു പ്രത്യേക തിളക്കം എല്ലാവരുടെ മുഖത്തും ഉണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാതാവിനെയും ഔസപിതാവിനെയും മാലാഖിയനെയും ഉണ്ണിയേശോനെയാണ്. പിന്നെ മറ്റൊരു കാര്യം, നാട്ടിലുണ്ടായിരുന്ന സമയത്ത് എല്ലാ തവണയും ക്രിസ്മസിനും ഞാൻ ക്രിബ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടോ ഒന്നിനെ കുറിച്ചിട്ടോ അധികം തലപോക്കേണ്ട വരാറില്ല. കാരണം ഡാഡിയാണ് ഇതിൻ്റെ എല്ലാം മേൽനോട്ടം വഹിക്കാറുള്ളത്. ഡാഡി ഉണ്ടാക്കുന്ന ക്രിബിൻ്റെ 7 അയലത്ത് വന്നില്ലെങ്കിലും ഇത്തവണ എന്നാലാവുന്ന രീതിയിൽ ഒരു കുഞ്ഞി ക്രിബ് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇത് കണ്ടപ്പോൾ തന്നെ എങ്ങനെയുള്ള ക്രിബാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ ദേ ഈ ട്രീയും കൂടിയും ഒന്ന് സെറ്റ് ചെയ്യണമായിരുന്നു. എന്നാലാവുന്ന രീതിയിൽ ക്രിബ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു ക്രിസ്മസ് പപ്പ നമ്മളുടെ കോള മേടിക്കുമ്പോൾ കിട്ടുന്ന പപ്പയാണ് കേട്ടോ. അത് ഞാൻ ദേ വെട്ടി ഈ ഒരു രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. ബോർഡർ റെഡും കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു സ്നോവിൻ്റെ ലൈറ്റ് റിക്കുവിൻ്റെ സെലക്ഷനാണ് കേട്ടോ. അപ്പം ഞാനിതിവിടെ ഓരോന്നോരോന്നായിട്ട് അറേഞ്ച് ചെയ്യാണ്. അപ്പോഴാണ് ഇത് ഒരു കുഞ്ഞു ട്രീയും കൂടി ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്നാൽ പിന്നെ അതും കൂടി ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാൻ കുറച്ച് സ്റ്റാറുകൾ ഉണ്ടാക്കി. ക്രിസ്മസ് പപ്പ ഒരെണ്ണം എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഹാങ് ആക്കി അതിൻ്റെ കാര്യം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിബും രൂപങ്ങളും ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണ്ണീശോനെ നമ്മളിപ്പോൾ വെക്കുന്നില്ല, വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ആയതുകൊണ്ടാണ് നമ്മൾ ഉണ്ണീശോനെ ഇപ്പോൾ വെച്ചത്. പിന്നെ ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ പോലെ തോന്നും, പക്ഷെ കുറേ സമയം എടുത്തായിരുന്നു ഇതെല്ലാം കഴിഞ്ഞു വന്നപ്പോൾ. മൊത്തത്തിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വന്നപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് എനിക്കും തോന്നിയായിരുന്നു. എന്താണെന്നറിയില്ല, എത്രയ്ക്ക് റെഡിമെയ്ഡ് മേടിച്ചു എന്ന് പറഞ്ഞാലും എന്തെങ്കിലും ഒരു ചെറിയ എഫേർട്ട് എൻ്റെ ഭാഗത്ത് നിന്നിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുഞ്ഞ് ക്രിബ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എൻ്റെ ഈ കുട്ടി ക്രിബ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. സോ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ.